ഉരുൾപൊട്ടൽ ബാധിത പ്രദേശങ്ങളിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയും സന്ദർശനം നടത്തുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ. ദുരിതബാധിതരുടെ കുടുംബങ്ങളുമായി അവർ കൂടിക്കാഴ്ച നടത്തും എന്നും അറിയിച്ചിരുന്നു. ഇരുവരും എത്തുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും മോശം കാലാവസ്ഥ മൂലം സന്ദർശനം തൽക്കാലം മാറ്റിവെച്ചിരിക്കുകയാണ്. പിന്നീട് സന്ദർശനമുണ്ടാകൂ. സ്ഥലത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തുമെന്നും അധികൃതരുമായി ചർച്ചകൾ നടത്തുമെന്നും രാഹുൽ ഗാന്ധി അറിയിച്ചു. മോശം കാലാവസ്ഥ മൂലം തങ്ങളുടെ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാകുമെന്ന് അധികൃതർ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നടത്താനിരുന്ന സന്ദർശനം തൽക്കാലം മാറ്റിവെക്കുന്നത് എന്നാണ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയത്. എന്നാൽ തങ്ങൾ എത്രയും വേഗം അവിടുത്തെ ജനങ്ങളെ കാണണം, വയനാട്ടിലെ ജനങ്ങൾക്ക് എല്ലാവിധ സഹായവും ഉറപ്പു നൽകുന്നുവെന്നും അദ്ദേഹം അറിയിച്ചു. കാലാവസ്ഥ മെച്ചപ്പെട്ടാൽ ഉടൻ വയനാട്ടിലെത്തും. ദുരിതത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങളുമായും ദുരിതബാധിതരുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും രാഹുൽ എക്സിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിൽ അറിയിച്ചു. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധിയും വയനാട്ടിലെ ഉരുൾപൊട്ടൽ ബാധിത മേഖലയിൽ സന്ദർശിക്കും എന്നായിരുന്നു നേരത്തെ അറിയിപ്പുണ്ടായിരുന്നത്. ഡൽഹിയിൽ നിന്നും മൈസൂറിലേക്ക് പ്രത്യേക വിമാനത്തിലെത്തുന്ന രാഹുൽ ഉച്ചയോടെ മേപ്പാടിയിലെത്തുമെന്നായിരുന്നു റിപ്പോർട്ട്. മേപ്പാടിയിലെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, സെന്റ് ജോസഫ് UP സ്കൂൾ എന്നിവിടങ്ങളിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ സന്ദർശിച്ചതിനു ശേഷം വിംസ് ആശുപത്രിയിലും സന്ദർശനം നടത്തുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ എത്തിപ്പെടാൻ സാധിക്കില്ലെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ളയും വയനാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട്. ദുരന്തത്തിൽപ്പെട്ടവരുടെ രക്ഷാപ്രവർത്തനത്തിലും പുനരധിവാസത്തിലും പങ്കാളിയാകാനുള്ള സന്നദ്ധത ഗോവ മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും ഉറപ്പു നൽകിയിട്ടുണ്ട്. സർവ്വതും നഷ്ടപ്പെട്ട നൂറുകണക്കിന് ആളുകളെ ദുഃഖത്തിലും ഗോവ പങ്കുചേരുന്നു എന്നാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ വ്യക്തമാക്കിയത്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വയനാട് യാത്ര റദ്ദാക്കി എന്ന വാർത്തയാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. പ്രതികൂല കാലാവസ്ഥ കാരണം വിമാനം ലാൻഡ് ചെയ്യാൻ സാധിക്കില്ലെന്ന് അധികൃതർ അറിയിച്ചതിനെ തുടർന്നാണ് യാത്ര റദ്ദാക്കിയത്. എത്രയും പെട്ടെന്ന് തന്നെ വയനാട് സന്ദർശിക്കുമെന്ന് രാഹുൽ അറിയിച്ചിരുന്നു. മനസ്സ് വയനാട് ജനങ്ങൾക്കൊപ്പമെന്ന് പ്രിയങ്ക ഗാന്ധി അറിയിച്ചു. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തം ലോക്സഭയിൽ ഉന്നയിച്ച് രാഹുൽ ഗാന്ധി. നിരവധി ആളുകൾ മരിച്ചു, മുണ്ടക്കൈ ഗ്രാമം ഒലിച്ചുപോയി. കേന്ദ്രം പ്രഖ്യാപിച്ച ധനസഹായം കൂടുതൽ ഇടപെടൽ നടത്തണമെന്നും വയനാട് മുൻ MP കൂടിയായ രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. കേന്ദ്ര സർക്കാർ സാധ്യമായ എല്ലാ പിന്തുണയും സംസ്ഥാനത്തിന് നൽകണം, ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കണം, മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് നഷ്ടപരിഹാരം വർദ്ധിപ്പിക്കണമെന്നും അത് അടിയന്തരമായി വിതരണം ചെയ്യണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സർക്കാർ പുനരധിവാസത്തിന് ഒരു കൃത്യമായ പദ്ധതി ഉണ്ടാക്കണമെന്നും ഗതാഗത സൗകര്യങ്ങൾ പുനഃസ്ഥാപിക്കാൻ അടിയന്തരമായി ഇടപെടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. നിലവിൽ രാഹുൽ ഗാന്ധിയുടെ വയനാട് സന്ദർശനം ഇപ്പോൾ ഉണ്ടായിരിക്കില്ലെന്നാണ് കിട്ടുന്ന വിവരം.